ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നാരങ്ങ കൊണ്ട് രസം തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു രസം ഉണ്ടെങ്കിൽ നമ്മൾ എത്ര വേണമെങ്കിലും ചോറ് കഴിക്കും, അത്രയ്ക്ക് ടേസ്റ്റാണ്. ദഹനത്തിനും പനിയും ജലദോഷവും ഉള്ളപ്പോഴൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. തയ്യാറാക്കി എടുക്കാൻ എളുപ്പമാണ്. സദ്യയ്ക്ക് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. രസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് തുവരപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പരിപ്പാണ്. ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. പരിപ്പൊന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം പ്രഷർ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. 1 കപ്പ് വെള്ളവും 1 നുള്ള് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. 7-8 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടും. ഇപ്പോൾ പരിപ്പ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. കൂടുതലുള്ള വെള്ളം ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ പരിപ്പ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പം മിക്സിയുടെ ചെറിയ ജാറിൽ ഈ പരിപ്പിട്ടിട്ട് ഒന്ന് കറക്കി എടുത്താൽ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും കേട്ടോ. ഈ വേവിച്ച് വെള്ളം കളയരുത്. നമുക്കിത് രസത്തിലോട്ട് തന്നെ ചേർക്കാം. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ നാരങ്ങയാണ്. വലുതാണെങ്കിൽ പകുതിയൊക്കെ മതിയാവും. ഇതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കുക. പിന്നെ നാരങ്ങ നീരിൻ്റെ അളവ് കറക്റ്റ് പറയാൻ പറ്റില്ല. നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ടേസ്റ്റ് നോക്കുക. പുളിപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ രസം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി എടുക്കുക. പാൻ ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടി വരണം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 2 വറ്റൽമുളക്, 5 വെളുത്തുള്ളി ചതച്ചത്, 1/2 ഇഞ്ച് കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. ഇനി ഇതിലോട്ട് 1 തണ്ട് കറിവേപ്പില, 2 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഞാൻ നല്ല എരിവുള്ള മുളകായതുകൊണ്ട് പകുതിയെ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് 2 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. ഇനി തക്കാളി ഒന്ന് നന്നായിട്ട് വെന്തുടഞ്ഞു വരണം. ഇതാ തക്കാളി വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 നുള്ള് ഉലുവപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി. 1 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരണം. തീ ഇപ്പോൾ സിമ്മിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. പരിപ്പ് ഞാൻ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ചേർത്ത് കൊടുത്തത്. പരിപ്പ് അരയ്ക്കണതിന് മുന്നേ മാറ്റി വെച്ചിരുന്ന വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് 3 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ എടുത്തിരിക്കുന്ന 1 കപ്പ് 240 ml ആണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. 1 പിടി മല്ലിയില, ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വരണം. അപ്പോൾ അത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നാരങ്ങ നീര് ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ടേസ്റ്റ് നോക്കുക. അപ്പോൾ പുളിപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടെ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട്. സാധാരണ രസത്തിനേക്കാളും ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു രസം ഉണ്ടെങ്കിൽ വേറെ ഒരു കറിയും വേണ്ട ചോറുണ്ണാൻ. ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പിക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.